മാളിക്ക് പോകാൻ പൈസ കിട്ടണേന്നോ? അപ്പൊ ഇങ്ങടെ പോണ്? മാളിക്ക് പോണ് എന്തിനാണ്? അതല്ല മാളി. ഹേ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഒരാഴ്ചയായിട്ട് ജാർഖണ്ഡിലായിട്ടുള്ളത്. ഏട്ടൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ റൂമിലിരിക്കുകയല്ലേ, അപ്പോൾ വെറുതെ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. ഞങ്ങൾ നിൽക്കുന്നിടത്ത് കൂടുതലും പഞ്ചാബീസ് ആയിട്ടുള്ളത്. അവരുടെ ഈ മന്ദിർ അമ്പലം എന്നൊക്കെ പറയില്ല, നമ്മൾ അമ്പലം എന്ന് പറയും, അങ്ങനെ മന്ദിർ എന്ന് തന്നെ പറയാൻ തോന്നുന്നു. ആ സാധനമാണ് ഇതെന്തായാലും. റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അത്. വണ്ടി കയറിയപ്പോൾ തന്നെ അത് ആൾ സൈഡായി. ആൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, അത് കാരണം വണ്ടി കയറിയപ്പോൾ തന്നെ ഉറങ്ങി. അങ്ങനെ അതാ നമ്മൾ മാളിലെത്തി. മാളിൻ്റെ പേര് PM മാൾ എന്നാണ്. ഇതാണ് മാളിൻ്റെ എൻട്രൻസ് കേട്ടോ. ഞങ്ങൾ രണ്ടാമത്താണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ആദ്യത്തെ ഇവിടെ വന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ കയറിയിട്ടുള്ളൂ, വേറെ ഒന്നും ചുറ്റി കറങ്ങി കണ്ടിട്ടില്ല. വലിയ മാളാട്ടോ, ഒരു എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനും. അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കല്ലൂനെ എണീപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാട്ടോ ഏട്ടെ. അങ്ങനെ ഏട്ടതാ എണീപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം ആൾ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എണീപ്പിച്ചു. ഇനി ശീലം നന്നാവോ ഇല്ലെന്ന് അറിയില്ല. കളിക്കാൻ പോവാ, പ്ലേ സെക്ഷനിലേക്ക് പോകാൻ പറഞ്ഞിട്ടാണ് ആൾ ഓടി വന്നത് തന്നെ. പിന്നെ ഇത് കണ്ടില്ലേ മേലെ, ഞാൻ ആദ്യം ചോദിച്ചത് എന്താ ഈ തോർത്തുണ്ടൊക്കെ തൂക്കിയിട്ടിരിക്കണേന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് തോർത്തുണ്ടല്ല, അത് ദുർഗാപൂജയുടെ ഭാഗമായിട്ട് അവരെന്തോ അവരുടെ എന്താ ആചാരവിശ്വാസം എന്തെങ്കിലായിരിക്കും, അങ്ങനെ എന്തോ തൂക്കിയതാണെന്നാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത് അപ്പിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, കുട്ടികളുടെ പ്ലേ സെക്ഷനാണ്. കാരണം അതും പറഞ്ഞ ഒരാളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുകൊണ്ടുള്ളത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് കണ്ടപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് ശിവൻ്റെ തൃശ്ശൂലാണത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദുർഗാപൂജയുടെ ഭാഗമായിട്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഞങ്ങളിത് നേരെ സെക്കൻഡ് ഫ്ലോറിൽ കയറി. അവിടെ പോയപ്പോഴേക്കും കല്ലു എണീറ്റ ആൾ ഉഷാറായിട്ടുണ്ട്. പക്ഷേ ആ ഉറക്കപ്പിച്ച് വിടാത്ത കാരണം ആൾ നടന്നില്ല. അപ്പം ഞാൻ എടുത്തുകൊണ്ട് നടക്കാം. ഈ ഫ്ലോറിലാട്ടോ സ്നോ സ്റ്റോം ഉള്ളത്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ കല്യാണിക്ക് ജലദോഷമായ കാരണം ഞങ്ങൾ കയറിയില്ല. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. പണ്ട് തൃശ്ശൂർ ടൂർ പോയ സമയത്ത് അവൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറണം എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ എസ്കലേറ്ററിൽ കയറി. എസ്കലേറ്ററിൽ ആൾ ഒറ്റയ്ക്ക് കയറും കേട്ടോ, പേടിയൊന്നുമില്ല. അങ്ങനെ ഇതാണ് പ്ലേ സെക്ഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ ഇതല്ലായിരുന്നു പ്ലേ സെക്ഷൻ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ഇറങ്ങി, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് അതിന് ഇറങ്ങിട്ടോ. പിന്നെ പോണ വഴിക്ക് ഒരുപാട് അങ്ങനെ ടോയ്സ് ബൊമ്മക്കുട്ടീൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ട്. എല്ലാ ബൊമ്മക്കുട്ടിയും ഞങ്ങൾക്ക് പിങ്കിയാണ്. എല്ലാത്തിനും ഞങ്ങൾ പിങ്കി എന്നാണ് വിളിക്കുക. അപ്പോൾ പിങ്കി വേണം അമ്മ, പിങ്കി വേണം അമ്മ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് വരുമ്പോൾ നമുക്ക് മേടിക്കാൻ തന്നെ മൈൻഡൊക്കെ മാറ്റി. പിന്നെ ആൾ ഒറ്റയ്ക്ക് നടന്ന് ഉഷാറായിട്ട് ഇങ്ങനെ നടക്കൽ തുടങ്ങിയിട്ടാണ്. പിന്നെ ഇങ്ങനെ നടത്തം തുടങ്ങിയ ആളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ആൾ മറ്റേ എന്താ പറയുക, ഓട്ടം തുടങ്ങും. നടത്തല്ല, പിന്നെ അങ്ങോട്ട് ഓടും. പിന്നെ നമ്മൾ ഓളെ പിന്നാലെ ഓടിയിട്ട് ഓളെ പിടിച്ചുകൊണ്ടിരണം. അതായിരിക്കും പിന്നത്തെ അവസ്ഥ. അങ്ങനെ നടന്ന് ലാസ്റ്റ് പ്ലേ സെക്ഷൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ കുറച്ച് മുന്നേ നടന്ന ഏട്ടൻ്റെ ഫോൺ കോൾ വന്നു. അപ്പോൾ ഏട്ടൻ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുക. ഇതാട്ടോ പ്ലേ സെക്ഷൻ, ജസ്റ്റ് ജമ്പിൻ. അപ്പോൾ അത് അവിടെ എത്തുമ്പോൾ പിന്നെ ആളുടെ ഫേസ് കണ്ടോണം കേട്ടോ. ആൾക്ക് ഭയങ്കര കേട്ടോ. എന്തെങ്കിലുമൊക്കെ അങ്ങനെ അവൾ ആഗ്രഹിച്ചൊരു കാര്യം കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര കിടയാണ്. അവളുടെ മുഖം കണ്ടില്ലേ, അവളുടെ മുഖത്ത് നിങ്ങൾക്കത് വായിക്കാൻ പറ്റില്ലേ. അങ്ങനെ ഞങ്ങൾ വേഗം ഉള്ളിൽ കയറി. അപ്പോൾ ഉള്ളിൽ കയറണമെങ്കിൽ, അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഷോക്സ് വേണം. അപ്പോൾ ഞാൻ നമുക്ക് ഷോക്സ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഒന്നെങ്കിൽ നമ്മുടെ അടുത്ത് ഷോക്സ് വേണം, അല്ലെങ്കിൽ അവിടുന്ന് ഷോക്സ് മേടിക്കണം. അപ്പോൾ അവിടെയാണെങ്കിൽ കുട്ടികളുടെ ഷോക്സ് സൈസ് ഉള്ളത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വലിയ ആൾക്കാരുടെ ഷോക്സ് ഇട്ട് കൊടുത്തു. വീട്ടിൽ നിന്ന് ഷോക്സ് ഇടാൻ കൂട്ടാക്കാതെ ഷൂ മാത്രം ഇട്ടിട്ട് ഇറങ്ങി ഓടിയതാണ്. അത് കാരണം ഇപ്പോൾ വലിയ ആൾക്കാരുടെ ഷോക്സ് ഇട്ടിട്ട് കയറേണ്ടി വന്ന്. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടാ. സാധാരണ ഞങ്ങൾ ഇങ്ങനത്തെ കോഴിക്കോടൊക്കെ ലുലു ഹൈലൈറ്റിലൊക്കെ പോകുമ്പോൾ പ്ലേ സെക്ഷനിൽ കയറുമ്പോൾ ഞങ്ങളുടെ ഏട്ടൻ്റെ മോളുണ്ടാവും, അവളുടെ കൂടെ ജാനകി. അവർ രണ്ടുപേരും കൂടെ ആയി തന്നെ ആടി തിമർത്ത് കളിച്ചിട്ടൊക്കെ ഇറങ്ങില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷെ ഇത് ഇവിടെ ഒറ്റയ്ക്ക് ആയപ്പോൾ ഇവൾക്ക് എന്തോ ഇവളാകെ സൈലൻ്റ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ എനിക്കെന്തോ മാതിരി, അല്ല ആളില്ലായിട്ടായിരിക്കും മേ ബി, ചിലപ്പോൾ ഒറ്റയ്ക്കായ കാരണമായിരിക്കാം അവൾക്കൊരു ഉഷാറില്ലാത്ത മാതിരിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാനൊരു ഷോക്സ് മേടിച്ചിട്ട് ഏതെങ്കിലും ഒരു പാരൻറ്റിനും കൂടി ഒപ്പം കുട്ടിയുടെ കൂടെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. പക്ഷേ ഈ ബോൾഡ് സെക്ഷനിലേക്കൊന്നും കയറാൻ പറ്റില്ല. പക്ഷേ ശരിക്കും പാരൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഓരോ കുട്ടിക്കും ഓരോ ഗൈഡ് ഉണ്ട് കേട്ടോ അവിടെ. അത് കാരണം കുട്ടി വീഴുമോ എന്നുള്ള പേടിയോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ആവുമോ എന്നുള്ള പേടിയോ ഒന്നും നമുക്ക് വേണ്ട. കാരണം ആ ഗൈഡ് തന്നെ നോക്കിക്കോളും. പക്ഷേ ഇവളിങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ ഇവൾക്ക് ഞങ്ങളെ കാണാത്ത ടെൻഷൻ ആവുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക്. അത് കാരണം ഞാൻ കയറിയെന്നേ ഉള്ളൂ. പക്ഷേ ആളൊരു 2-3 അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആളങ്ങോട്ട് ബൂസ്റ്റായിട്ടാണ്. പിന്നെ ആൾക്ക് ഞാനും വേണ്ട ആരും വേണ്ട, ഒറ്റയ്ക്ക് കളിക്കൽ തുടങ്ങി. ഞാൻ അതിൻ്റെ ഉള്ളിൽ വെറുതെ കയറിയ മതിയായിപ്പോയി. ഞാൻ പറഞ്ഞത് ഇത് ഈ ഗൈഡ് കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നന്നായിട്ട് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാരൻറ്റിൻ്റെ ആവശ്യമില്ല. ആൾ പിന്നെ ഓരോന്നിലും ചാടി കയറി ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, മാറി കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഒന്നിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേറെ സെക്ഷനിലേക്ക് പോവാണ്. കണ്ടില്ലേ ആ കുട്ടി അവളുടെ കൂടെ പോകുന്നത്.
ആ ഗൈഡ് നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് പേടിയില്ല കേട്ടോ. ആദ്യമൊക്കെ ഇവള് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്, കല്ലു ആ ഗൈഡിനെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഗൈഡ് വരുന്നുണ്ടോയെന്നൊക്കെ. പിന്നെ അങ്ങോട്ട് സെറ്റായിട്ടാളും. പിന്നെ അതാ ഈ സെക്ഷനിലൊക്കെ ഇരുന്ന് കളിക്കുകയാണ്. അത് അവളെന്നെ ആ കുട്ടീനെ ഗൈഡിനെ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മാറി മറ്റേ സെക്ഷനിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഉള്ളിൽ കയറിയ കാരണം എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റി. അല്ലാണ്ട് അവൾ ഇന്നെ ശ്രദ്ധിക്കണമെന്നില്ല കേട്ടോ. പിന്നെ നേരെ അതും കഴിഞ്ഞ് ഊഞ്ഞാലിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത കാരണം ആ കുട്ടി കയറ്റി കൊടുക്കുന്നുണ്ട്. അതും ഞങ്ങൾക്ക് വെറും 2 മിനിറ്റ് 3 മിനിറ്റുകൾ. കാരണം ഞങ്ങൾക്ക് വേഗം അടുത്തേക്ക് ചാടണം. അത് കാരണം വേഗം ഊഞ്ഞാലുമെന്നൊക്കെ ചാടി ഇറങ്ങി അടുത്തതിലേക്ക് പോകും കേട്ടോ. ആൾക്ക് പിന്നെ ഈ സ്ലൈഡ് കൂടെ ഇറങ്ങി വരില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതാണ് തപ്പിക്കൊണ്ട് നിൽക്കണതെന്ന്. എന്താ അല്ലേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ സെറ്റപ്പ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം. കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഒക്കെ വേണമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലാകുമ്പോൾ ഇങ്ങനെയൊന്നും വല്ലാണ്ട് പോകില്ല. എപ്പോഴെങ്കിലും കോഴിക്കോടൊക്കെ പോകുമ്പോൾ ഈ പ്ലേ സെക്ഷനിൽ കയറി കളിക്കാന്നല്ലാണ്ട് ഇങ്ങനെയൊന്നും കളിക്കാറില്ല. അത് കാരണം തന്നെ അവൾക്ക് മാളിലേക്ക് പോകാമെന്ന് വെച്ചാൽ തന്നെ ഇതാണ് അറിയുക, ഈ കളിക്കാൻ പോവുക, അതാണ് പറയുക. മാളിലേക്ക് പോവുക, കളിക്കണം എന്നാണ് പറയുക. അപ്പോൾ ആ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വരാൻ വേണ്ടി ഏറ്റവും മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. മേലെ പോയിട്ട് എന്നെ തിരിഞ്ഞു നോക്കുക ഞാൻ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ട ഈ സ്ലൈഡിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിൽ 2-3 തവണ ആൾ കയറിയിട്ടുണ്ട്. ആ കുട്ടി ഇതാ ഗൈഡ് അവളെ ഒപ്പം നിന്നിട്ട് അവിടെ നിന്ന് ഉന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 2-3 തവണ ആൾ കയറിയിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എങ്ങനെ പോയാലും നേരെ ഇതിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നത്, ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ആൾ മേലെ നിന്ന് ഉന്തി കൊടുത്തു. ഇപ്പോൾ താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരിക, കണ്ടില്ലേ. അങ്ങനെ അതിന് ഇറങ്ങിയിട്ട് പിന്നെയും ബാക്കോട്ട് ഓടി പോവട്ടെ അയക്കന്നെ കയറാൻ വേണ്ടിയിട്ട്. അവളുടെ ഈ ബാക്കിൽ ഒട്ടിച്ച നെയിം സ്ലിപ്പ് കണ്ടില്ലേ, അതിൽ അവളുടെ പേര്, അതുപോലെ തന്നെ പാരൻസിൻ്റെ നെയിമും ഫോൺ നമ്പർ, നമ്മൾ അതിൽ എൻ്റർ ചെയ്ത ടൈമും അതൊക്കെ കാണിക്കട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഏതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ ഒക്കെ ചാടി ഓടി വരുന്നുണ്ട് ആൾ. സത്യം പറഞ്ഞാൽ ആ ഗൈഡിനെ സമ്മതിക്കണട്ടെ, ഈ കുട്ടികളുടെ കൂടെ ഓടുന്നുണ്ടല്ലോ ഈ ചെറിയ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആകെ മടുത്ത്. ഞാൻ പിന്നെ ഒരു ഭാഗത്തിരിക്കാൻ തുടങ്ങി. ഇതിലൊക്കെ കണ്ടല്ലേ അവൾ ചെറിയ കുട്ടിയായ കാരണം ഗൈഡ് ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഗൈഡിനെ മടിയിലിരുന്നുകൊണ്ടാണ് ഈ കീഴിൽ ചാടി ഇറങ്ങി വരുന്നത്. ഈ ഒരു സെക്ഷനിലേക്ക് ഞാനാട്ടോ അവളെ കൊണ്ടുപോയത്. കാരണം അവൾക്ക് മണ്ണ് മാന്തി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലൊക്കെ ആണെങ്കിൽ മുറ്റത്തുനിന്ന് കയറാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാനെന്താ ഇതിൽ കൊണ്ടാക്കി കൊടുത്ത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അങ്ങനെ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എന്താ ചെയ്യുക, അതിൽ കളിക്കാനുള്ള ആ ഒരു സമയം ഉണ്ടായില്ല. അപ്പോഴേക്കും ഞങ്ങൾ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ ആ കുട്ടി വന്നിട്ട് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇനി എങ്ങനെ ഇവളെ പുറത്തേക്ക് ഇറക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇറക്കിയെന്നറിയാം, പുറത്ത് പൂളുണ്ട്, ആ പൂളിൽ കളിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ആളെ പിടിച്ച് നീപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലുള്ള കരച്ചിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഭയങ്കര കരച്ചിൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കരയുക. പിന്നെ അവരൊരു ബലൂണും ഒരു മഞ്ചൊക്കെ കൊടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ പിന്നെ ആളൊന്ന് ഓക്കെ ആയി. അതേപോലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കേക്ക് ഞങ്ങൾ ഹാപ്പി എന്നാണ് പറയുക. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പില്ലേ, ഹാപ്പിന്നല്ല പാപ്പി. കേക്ക് അത് കാണും ചെയ്യും, അത് വേണമെന്ന് പറഞ്ഞ് കരയും ചെയ്യും. അങ്ങനെ അവിടെ തന്നെ ഫുഡ് കോർട്ടിൽ കയറിയപ്പോൾ ഒരു കേക്ക് പീസ്, ആദ്യം തന്നെ കേക്ക് പീസ് ആയിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അത് വേറെ പറഞ്ഞപ്പോൾ കേക്ക് പീസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫുഡ് കോർട്ടിൻ്റെ അവിടെ ചേർന്ന് വീടായിരിക്കുകയാണ്. അപ്പോഴേക്ക് ഏട്ടൻ 2 ബർഗർ മേടിക്കാൻ പോയിട്ടാണ്. അങ്ങനെ അതാ ബർഗർ വന്ന്. പക്ഷേ ബർഗർ എന്തോ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്ത് 2 ബൈറ്റ് കഴിച്ചിട്ട് ഏട്ടന് കൊടുത്ത് ബർഗർ. എനിക്കെന്തോ വലിയ ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾക്ക് നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ആൾ ഒന്ന് ബൂസ്റ്റായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആളെ പിടിച്ചാൽ കിട്ടില്ല. നേരത്തെ കിടന്ന് ഉരുണ്ട് അലമ്പാക്കിയിട്ടേ വരുള്ളൂ ആൾ. നമ്മൾ പോയ സ്ഥലം ഒന്ന് പരിചയപ്പെട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആളെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ ഒരു കണക്കിന് ആളെ എടുത്ത് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളത്തെ കാഴ്ച ഫുൾ അലമ്പ് പറഞ്ഞാൽ അലമ്പായിരുന്നു അവളെ പിടിക്കാനേ പറ്റുന്നില്ല. എനിക്ക് തീരും പറ്റുന്നില്ല അവളെ പിടിക്കാൻ. അവൾ കിടന്ന് ഓടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഫുൾ അലമ്പ് കാണിച്ച് നടക്കുകയായിരുന്നു ആൾ. ഞാനൊന്ന് തിരിഞ്ഞപ്പോഴേക്കും പിന്നെ ആളെ കാണാനില്ലെന്ന്. പിന്നെ ആളെ കണ്ടത് ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഹാങ്ങറിൻ്റെ അടിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ സാധനം എടുക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ അവളെടുത്ത സാധനങ്ങളാട്ടോ ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇതെന്താ ബോക്സാണ്, പാണ്ടേൻ്റെ ബോക്സ് എന്താണ് ഇത്. പിന്നെ സ്പൈഡർമാൻ്റെ പ്ലേറ്റ് വേണം ചോറിനാൻ എന്ന് പറഞ്ഞിട്ട് അതൊരു പ്ലേറ്റ് എടുത്തിട്ടാണ്.
പിന്നെ ഒരു വാട്ടർ ബോട്ടിലായി എന്തൊക്കെയോ ഞങ്ങളുടെ പിന്നാലെ അവളും എന്തൊക്കെയോ സാധനം പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ആ സ്പൈഡർമാൻ്റെ പ്ലേറ്റ് മാത്രം ഞങ്ങൾ എടുത്തുള്ളൂ, ബാക്കിയൊക്കെ അവിടെ വെച്ചു കിട്ടാം. അങ്ങനെ ഓൾക്ക് കുറച്ച് കളർ പെൻസിലും ബുക്കും ഒക്കെ മേടിക്കാൻ വെച്ചിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് കയറി. കാരണം ഫുൾ ടൈം ടാബിലാണ് ആൾ. അപ്പോൾ ആ ഒരു മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക എഴുതൊക്കെ ഇരുന്നുള്ള വെച്ചിട്ട് ഈ സെക്ഷനിലേക്ക് കയറി. അവിടെയും ആൾ ഇങ്ങനെ തന്നെയായിരുന്നു. അവിടുത്തെ ഇത് വലിച്ചിട്ട് അത് വലിച്ചിട്ട് ആ കയ്യിൽ കണ്ടില്ല ബബിൾസ്, അത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ആൾക്ക് നന്നായിട്ട് അറിയാതെ എവിടെ ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് പോയി എടുത്തും ചെയ്ത്, അതേപോലെ തന്നെ അത് മാളിൽ നിറങ്ങുന്നതിന് മുന്നേ അത് അവിടെയൊക്കെ തൂത്ത് കളഞ്ഞും ചെയ്ത്. അങ്ങനെ ഫുൾ അലമ്പായിരുന്ന ആൾ. പിന്നെ ഇതിലുള്ള എല്ലാ സാധനവും നമ്മുടെ നാട്ടിലെ എല്ലാ സാധനവും കിട്ടും. അതായത് ഈ പൊടികൾ ഐറ്റംസ് അല്ലേ, അരിപ്പൊടി, അതുപോലെ തന്നെ അരി, പച്ചരി, ഉഴുന്ന്, അങ്ങനത്തെ എല്ലാ സാധനവും കിട്ടും. ഇതൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് അതൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ബില്ലിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോയി. ബില്ലിങ്ങിന് അവിടെ ഭയങ്കര തിരക്കാട്ടോ. കാരണം നമ്മൾ ലേറ്റ് ആവും തോറും തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഏട്ടതാ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ നിന്നിട്ട് പേ ചെയ്യാണ്. അപ്പോൾ ഞാൻ മെല്ലെ നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടാ. കാരണം അവിടെ കുറേ മിഠായി സ്വീറ്റ്സിൻ്റെ ഒക്കെ സെക്ഷൻ ആ ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെ നിന്നാൽ ഇനി പണി കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വേഗം അവളായിട്ട് ഇറങ്ങിയിട്ടാ പുറത്തേക്ക്. അപ്പോൾ ഞങ്ങളിതാ മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ്ങും കറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നേരെ റൂമിലോട്ടോട്ടോ പോണത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ജാർഖണ്ഡിലെ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.